Hi dear friends, welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ വീട്ടമ്മമാർക്കെല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള കിച്ചൺ ടിപ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാ ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മളിതുപോലെയുള്ള കുമ്പളങ്ങ, മത്ത, ചേന, അപ്പോൾ അതുപോലെയുള്ള വലിയ വലിയ വെജിറ്റബിൾസൊക്കെ നമ്മൾ കറിക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അത് മുഴുവനായിട്ട് ആ ഒരു സമയത്ത് ചിലപ്പോൾ ഉപയോഗിക്കില്ല. അതിൻ്റെ പകുതി മാത്രമേ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ എനിക്കിപ്പോൾ അതാ ഈ ഒരു ഭാഗം മാത്രമേ ഒരു പകുതി മാത്രമേ ഇപ്പോൾ ആവശ്യമുള്ളൂ. അപ്പോൾ ബാക്കി പകുതി നമുക്ക് സൂക്ഷിച്ച് വെക്കണം, കേടാവാണ്ട്. അപ്പോൾ ഇത് മുറിക്കാതെ വെക്കുകയാണെങ്കിൽ കുറേ നാൾ കേടാവാതിരിക്കും. അപ്പോൾ ഇത് മുറിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മുറിച്ച ഭാഗത്ത് ചിലപ്പം പെട്ടെന്നൊക്കെ ചീഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ കേടുകൂടാതെ സൂക്ഷിക്കാൻ നോക്കാം. അപ്പോൾ ഇതുപോലെ ഞാനൊരു സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. ആ കുമ്പളങ്ങയുടെ അത്ര വട്ടത്തിലുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെയുള്ള നമ്മൾ കടയിൽ നിന്നൊക്കെ സാധനം വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന കവറ് ഇതുപോലെ അതിൻ്റെ മുകളിലായിട്ടൊന്ന് കവർ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ദിവസം നമുക്കത് ഫ്രഷായിട്ട് തന്നെ കേടാവാതെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമ്മൾ പുറത്ത് വെക്കുകയാണെങ്കിലും ഒരാഴ്ചയൊക്കെ കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഞാനിതാ ഒരു 3 ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബീട്രൂട്ട് ഇതുപോലെ വാടിയിട്ട് ചുക്കി ചുളിഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബീട്രൂട്ടൊക്കെ വാങ്ങിയിട്ട് ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ഫ്രിഡ്ജിൽ ഇരിക്കുമ്പോൾ അതുപോലെ ഇങ്ങനെ വാടിയിട്ട് ചുക്കി ചുളിഞ്ഞിട്ടായിട്ട് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്കതിൻ്റെ തോലൊക്കെ കളയാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതെങ്ങനെ ഫ്രഷ് ആക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിതവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ ബീട്രൂട്ട് മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള അത്രയും വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് കുറച്ച് സമയം നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കാം. നമുക്ക് പെട്ടെന്ന് ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീസറിലോട്ട് വെക്കാം. അപ്പോൾ കുറച്ച് സമയം ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ബീട്രൂട്ടൊക്കെ നല്ല ഫ്രഷായിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ ഞാനിത് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെക്കണുണ്ട്. എന്നിട്ട് അതിന് ശേഷം കാണിച്ചു തരാം. ഇപ്പോൾ ദാ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ബീട്രൂട്ട് ആ ചുക്കിച്ചുളിഞ്ഞ വാടിയതൊക്കെ മാറിയിട്ട് നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ട് നല്ല ഫ്രഷായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിനി ഇത് എളുപ്പത്തിൽ ഇതിൻ്റെ തോലൊക്കെ കളയാനായിട്ട് പറ്റും. അപ്പോൾ ഇത് വാടിയിരിക്കുന്ന സമയത്ത് നമുക്കിതിൻ്റെ തോലൊക്കെ കളയാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുപോലെ തോരനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു ഫ്രഷ്നെസ് ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഫ്രഷായിട്ട് തന്നെ കിട്ടും. അപ്പോൾ വാടിയ ബീട്രൂട്ടൊക്കെ ഇതുപോലെ ഫ്രിഡ്ജിൽ ഇരിക്കണമെങ്കിൽ അതൊക്കെ ഇതുപോലെ വെള്ളത്തിലിട്ടിട്ട് ഫ്രിഡ്ജിൽ കുറച്ച് സമയം വെക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രഷായിട്ട് തന്നെ കിട്ടും. ഇനി ഈ ബീട്രൂട്ടിൻ്റെ തോല് നമുക്ക് കളയരുത്. ഇതായിട്ട് നമുക്ക് നല്ലൊരു ബ്യൂട്ടി ടിപ്സ് ചെയ്യാനുണ്ട്. അപ്പം ഞാനിതാ ആ ഒരു വെള്ളത്തിലോട്ട് തന്നെ ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ബീട്രൂട്ടിൻ്റെ തൊലി വെച്ചിട്ട് നല്ലൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പം ഞാനിതാ ബീട്രൂട്ടിൻ്റെ തൊലി മുഴുവൻ ആ വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം ഒന്നുകൂടി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത ആ വെള്ളത്തിലേക്ക് കുറച്ച് ടൂത്ത് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളത നല്ല ചുവപ്പ് കളർ തന്നെ ആയി വന്നിട്ടുണ്ട്. ഇനി ടൂത്ത് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് ഞാനൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുകൊണ്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൈ ഇതിൽ മുക്കി വെച്ചിട്ട് നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് പെഡിക്യൂർ മെനിക്യൂറൊക്കെ ചെയ്യില്ലേ, അപ്പോൾ ആ ഒരു എഫക്റ്റ് കിട്ടും ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ. നമ്മൾ കൈ ഇതിൽ മുക്കി വെച്ചിട്ട് ആ ഒരു ബീട്രൂട്ടിൻ്റെ തൊലി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കൈക്ക് മാത്രമല്ല കാലും നമുക്ക് ഇതുപോലെ ചെയ്യാം. അതൊരു വലിയൊരു പാത്രത്തിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾക്ക് കാലും അതിൽ മുക്കി വെച്ചെടുത്തിട്ട് ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു നിറം വെക്കും, നല്ലൊരു തിളക്കവും കിട്ടുന്നുണ്ട്, നല്ലൊരു പിങ്ക് കളറായി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ശരിക്കും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ടിപ്പാണ്. നമ്മൾ വെറുതെ കളയുന്ന ബീട്രൂട്ടിൻ്റെ തൊലി വെച്ചിട്ട് നമുക്ക് നല്ലൊരു ബ്യൂട്ടി ടിപ്സ് തന്നെ ചെയ്യാൻ പറ്റും.
അപ്പോൾ നമ്മുടെ വിരലിൻ്റെ ഈ നടുഭാഗത്ത് ഇങ്ങനെ ആയിട്ട് ആ ഒരു മടക്കിൻ്റെ അവിടെ ആയിട്ട് ഒരു കറുപ്പ് കളർ ഉണ്ടാവും. അതുപോലെ നമ്മുടെ കൈമുട്ടിലൊക്കെ കറുപ്പ് കളറുള്ള ഭാഗത്തൊക്കെ ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല കളർ കിട്ടും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമ്മുടെ നഖമൊക്കെ ഇതുപോലെ തന്നെ ആ വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് ഈ ബീട്രൂട്ടിൻ്റെ തൊലി വെച്ചിട്ടൊന്ന് ഉരച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു പിങ്ക് കളറായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമ്മുടെ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് പെഡിക്യൂറും മിനിക്യൂറൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പിങ്കിഷ് കളറായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അതേ ഒരു എഫക്റ്റ് തന്നെ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ കൈയൊക്കെ നന്നായി കഴുകിയതിന് ശേഷം കയ്യിൽ ഒലിവ് ഓയിലോ വെളിച്ചെണ്ണയോ ക്രീമോ ഒക്കെ ഒന്ന് തേച്ച് കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.